എടാ നീ ഇതെന്ത് ഭാവിച്ചാ? എടാ അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. എന്തോന്ന്? എടാ നീ എന്റെ കൂടെ വരുന്നു, അവിടെ നിൽക്കുന്ന കോഴിക്ക് നീ എന്റെ ബോയ് ഫ്രണ്ട് ആണെന്നും പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ലല്ലോ. എടാ അത് അവനറിയില്ലല്ലോ. ഞാൻ ഒരു 100 തവണ അവന്റെ അടുത്ത് പറഞ്ഞതാ എനിക്ക് അവനെ ഇഷ്ടമല്ല എന്ന്. അവസാനം അവനത് കേൾക്കുന്നില്ല. എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് വരെ ഞാൻ പറഞ്ഞു, എന്നിട്ടും അവന് മനസ്സിലാവണില്ല. സ്വാഭാവികം. അല്ലെങ്കിൽ നിന്നെ പോലുള്ള ഒരാൾക്ക് ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഞാനും വിശ്വസിക്കില്ല. ഒന്ന് പോടാ, നേരിട്ട് ഉണ്ടാവും വിശ്വസിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ടന് ആ മണ്ടന് കാണിച്ചു കൊടുക്കും. കൊള്ളാം, ആക്ടിംഗ് ഒക്കെ അടിപൊളിയാ. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവനെന്തെങ്കിലും മുട പറയുവാണെങ്കിൽ ഞാൻ പിടിച്ചതല്ല. ഞാൻ പറഞ്ഞേക്കാം, നീ ഒന്നും ഇങ്ങോട്ട് വന്നേ. ഏതാണവൻ? ഞാൻ പറഞ്ഞില്ലേ എന്റെ ബോയ് ഫ്രണ്ടാ. എന്താണ് നിനക്കൊരു ഓഞ്ഞ ചിരി? ഒന്ന് പോടാപ്പാ, പിന്നെ ആര് പ്രേമിക്കാനാ? ഞാൻ പ്രേമിക്കും, എന്റെ ബേബി സൂപ്പറാ. അയ്യാ ഒരു ബേബി. ഇവനെ കാണിച്ചൊന്ന് എന്നെ വിശ്വസിക്കാന്ന് നീ വിചാരിക്കണം. ഞാൻ നിന്നെ കൊണ്ടേ പോകും. എടാ ഒന്ന് വിശ്വസിക്കടാ. ഇല്ല, നിനക്ക് എന്നെ വിശ്വാസമില്ല? ഇല്ല. വിശ്വാസമില്ല? ഇല്ല. എന്നാ ഇവിടെ കെട്ടിപ്പിടിക്കട്ടെ. കിട്ടില്ല, കിട്ടില്ല. ഞാനൊന്നും നാച്ചുറൽ ആക്ടിങ് ചെയ്തല്ലേ. അയ്യടാ അവന്റെ ഒരു നാച്ചുറൽ ആക്ടിങ്. നിന്റെ കാര്യം തീരുമാനമായില്ലേ? എന്റെ കാര്യം ശരിയാക്കി. നിന്റെ കാര്യം ഇങ്ങോട്ടൊന്ന് വന്നേ. എടാ നിനക്ക് അവളെ ഇല്ലാണ്ട് വേറെ ആരെയും കിട്ടുന്നു പ്രേമിക്കാൻ വേണ്ടിട്ട്? ആന്ധ്ര നീ അങ്ങനെ പറഞ്ഞേ? എടാ സ്നേഹിക്കുന്ന ചെക്കന് ഒരു ഹഗ്ഗോലും കൊടുക്കാത്തവളാണ്, കണ്ടില്ലേ? എനിക്കതൊരു വിഷയമേ അല്ല. നീ അവളെ നോക്കി അവൾക്ക് വട്ടച്ചുരുണ്ട്. എടാ നീ ഇത്രയും കിടന്ന് മെഴുകിയോണ്ട് ഞാനൊരു കാര്യം പറയാം. എനിക്ക് അവളുടെ തലയ്ക്ക് പിടിച്ച പ്രേമമൊന്നുമില്ല. ഒന്ന് സെറ്റിൽ ആവണം, ജോലിയില്ല, ഒരു ബിസിനസ് തുടങ്ങണം, കാശില്ല. ഇതെല്ലാം സെറ്റായിട്ടുള്ള ഒരു പെണ്ണെ കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കും. എനിക്കത് മതി. എടാ അതിനൊരാളെ ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. എന്തോരം മാർഗം കൊണ്ട് നിനക്ക് ഒരു ലോൺ എടുത്തൂടെ? അതെ, സിബിൽ സ്കോർ ഇല്ലാത്ത എനിക്ക് ആര് ലോൺ തരാനാ? എടാ അതിനല്ല സെറ്റ് ക്രെഡിറ്റ് കാർഡ് ഉള്ളത്. അതിന് സിബിൽ സ്കോറിന്റെ ആവശ്യമില്ല, ഇൻകം പ്രൂഫിന്റെ ആവശ്യമില്ല. എങ്ങനെ? എടാ ഇതൊരു FD ബാക്ക്ഡ് കാർഡാണ്. 2000 മുതൽ നിങ്ങൾക്ക് FD തുടങ്ങാം. അതിന്റെ 90% ലിമിറ്റ് ആയ കാർഡ് കിട്ടും. എടാ FDക്ക് 7% വരെ ഇൻട്രസ്റ്റ് ലഭിക്കും. നിങ്ങൾക്ക് കൂടുതൽ ക്രെഡിറ്റ് ലിമിറ്റ് വേണമെങ്കിൽ ഏത് സമയം FD ടോപ്പ് അപ്പ് ചെയ്യാം. ഇപ്പോഴേ 5 ലക്ഷം സെറ്റ് യൂസേഴ്സ് സ്കോർ ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതേ സേഫ് ആണോ? എടാ 100% സേഫ് ആണ്. FD RBI ഇൻഷുർഡ് ആണ്. ആനുവൽ ഫീ, റിന്യൂവൽ ഫീ അങ്ങനെ ഒന്നുമില്ല. ഇതൊരു മോഡേൺ FD ആണ്, സ്മാർട്ട് ആൻഡ് സെക്യൂർഡ്. പിന്നെ ഈ കാർഡ് ഉപയോഗിച്ച് UPI ആപ്പായ Paytm, ഫോൺപേ, GPay എല്ലാം യൂസ് ചെയ്യാം. അല്ല ഇതിന് ഓഫറും ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടോ? എടാ ഓഫേഴ്സ് ഉണ്ടെന്നാ. സ്വിഗ്ഗി, സൊമാറ്റോ, ഇൻസ്റ്റാമാർട്ട്, ബുക്ക് മൈ ഷോ അപ് ടു 20% ആണ് ഓഫർ ഉള്ളത്. പിന്നെ ആമസോൺ പേ, ഫ്ലിപ്കാർട്ട് വൗച്ചേഴ്സ് ഫ്ലാറ്റ് 5% വരെ ക്യാഷ് ബാക്കും കിട്ടും. പിന്നെ PVR, മാഗ്ഡി, നൈക്ക, പാറ്റ, ഡൊമിനോസ് അപ് ടു 50% ക്യാഷ് ബാക്ക് ഉണ്ട്. ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ആവുന്ന ഉറപ്പാണോ? എടാ ഉറപ്പാണ്. എന്റെ സ്കോർ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ബിസിനസ് ലോൺ എടുക്കാനും വീട് വാങ്ങാനും ഒന്നും ടെൻഷൻ ഇല്ല. താങ്ക്സ് റമണ. ഞാൻ ഇപ്പൊ തന്നെ പോയി സെറ്റ് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പോവാം. എന്നിട്ട് ഞാനൊരു ബിസിനസ് തുടങ്ങും. അപ്പൊ ഇവിടെ പോലുള്ളവരൊക്കെ എന്റെ പിന്നാലെ വരും. കൂടി നിങ്ങൾക്കും ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യണോ? ബയോളുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പൊ തന്നെ സെറ്റ് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുക.